ഹോട്ടൽ ജീവനക്കാരിയെ മർദ്ദിച്ച കേസിൽ UDF കൗൺസിലർ സുനിത ഡിക്സിന്റെ മൊഴിയെടുക്കും. ജീവനക്കാരിയുടെ പരാതിയിൽ സുനിത ഡിക്സിനെതിരെ മരട് പോലീസ് ഇന്നലെ തന്നെ കേസെടുത്തിരുന്നു. ഹോട്ടൽ കോമ്പൗണ്ടിലെ കാനയ്ക്ക് മുകളിലുള്ള സ്ലാബ് നീക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ടായ തർക്കമാണ് ഈയൊരു അസഭ്യം നടത്തുകയും കയ്യേറ്റം ചെയ്യുകയും ഒക്കെ ചെയ്തതിലേക്ക് എത്തിച്ചത് എന്നാണ് പരാതിയിൽ പറയുന്നത്. കെ ഉമേഷ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകാൻ ചേരുകയാണ്. ഉമേഷ്, ഇന്നലെയാണ് ഈ UDF കൗൺസിലറുടെ ഒരു അതിക്രമമൊക്കെ ഉണ്ടായത്. ഇപ്പോഴത് മൊഴിയെടുക്കുമെന്നാണ്, പരാതിക്കാരിയുടെ മൊഴിയെടുക്കുമെന്നൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. എന്താണ് അതിൻ്റെ ഒരു വിവരങ്ങളൊക്കെ എങ്ങനെയാണ്? അഞ്ജന, പരാതിക്കാരിയുടെയും ഒപ്പം ആരോപണ വിധേയരുടെയും രണ്ടുപേരുടെയും മൊഴി മരട് പോലീസ് ശേഖരിക്കും. അതിനുള്ള തയ്യാറെടുപ്പ് തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്നലെയാണ് ഈ പരാതിക്കിടയായ സംഭവം ഉണ്ടായത്. ഇന്നലെ രാവിലെ ഈ കൊച്ചി വൈറ്റ്ലയിലുള്ള ആർട്ടിക് എന്ന് പറയുന്ന ഹോട്ടലിന് മുന്നിൽ വെച്ചാണ് അവിടുത്തെ ഒരു വനിതാ ജീവനക്കാരിയെ ഈ വൈറ്റ്ല 49-ാം ഡിവിഷൻ കൗൺസിലറായ സുനിത ഡിക്സൺ, അവർ UDF കൗൺസിലറാണ്, സുനിത ഡിക്സൺ ഈ ജീവനക്കാരിയുടെ മുഖത്തടിക്കുന്ന സംഭവമുണ്ടായത്. അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വരികയും ചെയ്തു. മുഖത്തടിച്ചു എന്ന് മാത്രമല്ല, അസഭ്യം പറയുകയും ചെയ്തു. ഈ മുഖത്തടിച്ചതോടെ അവരുടെ കയ്യിലിരുന്ന മൊബൈൽ ഫോൺ താഴെ വീണു. അതിനുശേഷം ഇവരുടെ കൈ പിടിച്ച് തിരിച്ചു എന്നാണ് ഈ പരാതിയിൽ പറയുന്നത്. അക്കാര്യം മാധ്യമങ്ങളോടും അവർ നേരിട്ട് സംസാരിക്കുകയും ചെയ്തു. ഇതേ തുടർന്ന് മർദ്ദനത്തിൽ പരിക്കേറ്റ ഈ വനിതാ ജീവനക്കാരി നേരെ ആശുപത്രിയിലേക്കാണ് പോയത്. അവിടെ ചികിത്സ തേടി പിന്നീട് മരട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയും ചെയ്തു. ഈ പരാതി പരിശോധിച്ച പോലീസ് ഈ സുനിത ഡിക്സനെതിരെ, UDF കൗൺസിലറായ സുനിത ഡിക്സനെതിരെ ഇന്നലെ രാത്രി തന്നെ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ്. ഇത്തരത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത സാഹചര്യത്തിൽ ഇനി വിശദമായ മൊഴി, പരാതിക്കാരിയുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തും. അതുമായി ബന്ധപ്പെട്ട പ്രാഥമികമായ ഒരു പരിശോധന നടത്തിയ ശേഷം ഈ സുനിത ഡിക്സനെ ചോദ്യം ചെയ്യുന്ന നടപടിയിലേക്ക് പോലീസ് കടക്കും. അവരെ വിളിച്ചു വരുത്തി അവരുടെ മൊഴി രേഖപ്പെടുത്താനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. മറ്റ് അറസ്റ്റ് അടക്കമുള്ള നടപടികൾ വേണമോ വേണ്ടയോ എന്നുള്ളത് ഈ മൊഴിയെല്ലാം പരിശോധിച്ച ശേഷമായിരിക്കും പോലീസ് തീരുമാനിക്കുക. ഇത് ഇന്നലെ രാവിലെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ ഹോട്ടലിന് സമീപത്തുകൂടി, അവരുടെ കോമ്പൗണ്ടിനകത്തുകൂടി തന്നെ ഒരു കാന പോകുന്നുണ്ട്. അതിന് മുകളിൽ സ്ലാബ് വിരിച്ചിട്ടുണ്ട്. ഈ കാനയിൽ അഴുക്ക് മാലിന്യം ഉണ്ട്, ഒഴുക്ക് തടസ്സപ്പെട്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് ഒട്ടും തന്നെ മുൻകൂട്ടി അറിയിക്കാതെ ഇവർ അവിടെ JCBയുമായി വരികയും അവിടെ കുത്തിപ്പൊളിക്കാൻ തുടങ്ങുകയും ചെയ്തു എന്നുള്ളതാണ്. ഇത് ചോദ്യം ചെയ്ത് ഇതുമായി ബന്ധപ്പെട്ട തർക്കം നടക്കുന്നതിനിടെയാണ് ഈ സുനിത ഡിക്സൺ ഈ വനിതാ ജീവനക്കാരിയുടെ മുഖത്തടിക്കുന്ന സംഭവം ഉണ്ടായത്. മറ്റൊരു ഗുരുതര ആരോപണം ഉന്നയിച്ചത് ഇവർ പല പേരും പറഞ്ഞ് പല തവണയായി ലക്ഷങ്ങൾ തുക വാങ്ങാറുണ്ട് എന്നുള്ളതും അവർ ആരോപിച്ചിരുന്നു. ഏറ്റവും ഒടുവിൽ ഒരു 15 ലക്ഷം രൂപ ഈ സുനിത ഡിക്സൺ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അത് നൽകാൻ ഹോട്ടൽ ജീവനക്കാർ തയ്യാറായില്ല. ഇതിൻ്റെ വൈരാഗ്യത്തിൽ ഈ ഹോട്ടലിൽ മറ്റും ഉണ്ട്, മാലിന്യം ഒഴുക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് കോർപ്പറേഷൻ നോട്ടീസ് നൽകിയും അവിടെ പരിശോധന നടത്തുകയും ഒക്കെ ചെയ്തു. പക്ഷേ അത്തരത്തിലൊന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. തുടർന്നും വൈരാഗ്യം തീരാത്തതിനെ തുടർന്നാണ് ഇങ്ങനെ സ്ലാബ് പൊളിക്കാൻ വേണ്ടി അവിടെ എത്തിയത് എന്നൊക്കെയാണ് ഹോട്ടൽ ജീവനക്കാർ ആരോപിക്കുന്നത്. ഏതായാലും ഇതിനിടയിൽ ഇത്തരത്തിലുള്ള വാക്കുതർക്കത്തിനിടെയാണ് മുഖത്തടിക്കുന്നൊരു സംഭവം ഉണ്ടായത്. അത് ദൃശ്യങ്ങളടക്കം പുറത്തു വരികയും ചെയ്തു. അതിൻ്റെ തുടർ നടപടി എന്നുള്ള നിലയിലാണ് ഈ കൗൺസിലർക്കെതിരെ കേസെടുക്കുകയും അവരുടെ മൊഴിയെടുക്കാൻ പോലീസ് തയ്യാറെടുക്കുകയും ചെയ്യുന്നത്. അഞ്ജന, ശരി. എന്തായാലും ഉമേഷ്, ആ ദൃശ്യങ്ങൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഉമേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ആ ദൃശ്യങ്ങളിൽ നിന്ന് വളരെയധികം വ്യക്തമാണ് എന്താണ് സംഭവം ഉണ്ടായിരിക്കുന്നത് എന്ന ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഈ ഒരു ഹോട്ടൽ ജീവനക്കാരിയും ഇവരും തമ്മിൽ, സുനിത ഡിക്സൺ എന്ന് പറയുന്ന UDF കൗൺസിലറും തമ്മിൽ വാക്കേറ്റം ഉണ്ടാകുന്നു. അതിനൊടുവിൽ ഈ UDF കൗൺസിലർ ഹോട്ടൽ ജീവനക്കാരിയുടെ മുഖത്തേക്ക് അടിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലുള്ളത്. എന്തായാലും ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഈ ഒരു പരാതി ഉയർന്നു വന്നിരിക്കുന്നത്. ഇന്നലെ തന്നെ പരാതി നൽകിയിരുന്നു. ആ പരാതിയിൽ കേസും എടുത്തിരുന്നു. ഇന്ന് ഇരുവരുടെയും മൊഴി രേഖപ്പെടുത്തും പോലീസ് എന്നാണ് മനസ്സിലാക്കുന്നത്.